നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാതാവിന് സ്വർണ്ണക്കിരീടം നൽകിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ക്രിസ്ത്യൻ വിഭാഗത്തിന് വേണ്ടി ശബ്ദമുന്നയിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ആളെന്ന് പറഞ്ഞ ജോർജ് കുര്യൻ എം പി. കഴിഞ്ഞ തവണ ഇരുവരെയും എംപിമാരായി കൊണ്ടുവരുമ്പോൾ കേരളക്കരയിൽ BJP കാണിച്ച ആത്മവിശ്വാസം അത് പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറത്തായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ ഈ ഒരു സംഭവത്തിൽ അല്ലെങ്കിൽ ഇവർ എന്തിനാണോ കൊണ്ടുവന്നത് അതിന്റെ ഒരു പ്രാധാന്യമേറുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ വിവാദമായി കൊണ്ടിരിക്കുന്നത്. അതായത് ബജ്രംഗ് ദൾ കന്യാസ്ത്രീകളെ വേട്ടയാടുന്നു എന്ന് ഒറ്റനോട്ടത്തിൽ പ്രത്യക്ഷമായി മനസ്സിലാകുമ്പോൾ പോലും വേട്ടയാടപ്പെട്ടവരിൽ 2 കന്യാസ്ത്രീകൾ മലയാളികളാണ് എന്നിരിക്കെ അത് അറിയുമ്പോൾ പോലും മൗനത്തിലിരിക്കുന്ന ഇക്കൂട്ടരെ കാണുമ്പോൾ കേരള രാഷ്ട്രീയത്തിന് വലിയ ചോദ്യമാണ് ഉയർന്നു വരുന്നത്. എന്തായാലും വിമർശനങ്ങൾക്ക് ആക്കം കൂടുകയാണ്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗത്തോട് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും അതുപോലെ തന്നെ സുരേഷ് ഗോപിയും കാണിക്കുന്ന ഇപ്പോഴത്തെ മൗനം തന്നെയാണ് അതിന് പ്രധാനപ്പെട്ട അസ്വസ്ഥമാക്കുന്ന ഒരു കാര്യത്തിൽ ഒന്ന്. എന്തായാലും ജോർജ് കുര്യൻ ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ഒരു പ്രതികരണം കൂടെ നടത്തിയപ്പോൾ അത് വീണ്ടും വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരിക്കുകയാണ്. അതായത് നിർഭാഗ്യവശാൽ സംഭവിച്ചു പോയ തെറ്റാണ്, എങ്ങനെയെങ്കിലും അത് പരിഹരിക്കപ്പെടണം, അതിനുവേണ്ടിയുള്ള നടപടികൾ കൈക്കൊള്ളാം എന്നൊക്കെ പറയേണ്ടിയെടുത്ത് ഇപ്പോൾ അതിനു പകരം ബജ്രംഗ് ദളിന്റെ ഭരണഘടനയോടുള്ള ഈ അനാദരവിനെ ശരിയെന്നുള്ള നിലയ്ക്കുള്ള പ്രതികരണങ്ങളും ന്യായീകരണങ്ങളുമാണ് കഴിഞ്ഞ ദിവസം നടത്തിയത്. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീമാരുടെ അറസ്റ്റിൽ CBCIയെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത്. ഉത്തരവാദിത്തപ്പെട്ടവർ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുവെന്നും 2 സംസ്ഥാനങ്ങളെ ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കരുത് എന്നുമാണ് ജോർജ് കുര്യൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. സിസ്റ്റർമാരുടെ ജാമ്യ ഹർജി ആരുടേതാണെന്ന് അറിയില്ല. സിസ്റ്റർമാരുടെ വക്കാലത്ത് ഇല്ലാതെയാണ് ജാമ്യ ഹർജി നൽകിയത്. ഉത്തരവാദിത്തപ്പെട്ടവർ ഛത്തീസ്ഗഡിൽ എത്തണം. ഉത്തരവാദിത്തപ്പെട്ടവരും ചാനലിൽ പ്രത്യക്ഷപ്പെട്ടവരും ആരും അവിടെ ഉണ്ടായിരുന്നില്ല. ഇവർ കോൺഗ്രസുകാരെ വിഷയം ഏൽപ്പിച്ചാൽ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുക എന്നും പ്രവർത്തികൾ സിസ്റ്റേഴ്സിനെ വലിയ തരത്തിൽ ചിന്താക്കുഴപ്പത്തിലാക്കുകയാണ് എന്നും ജനങ്ങളെ വഞ്ചിക്കരുത് എന്നുമായിരുന്നു ജോർജ് കുര്യന്റെ പ്രതികരണം. അതേസമയം ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായിട്ടുള്ള കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ തള്ളിയതിൽ കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചാണ് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ രംഗത്തെത്തിയിട്ടുള്ളത്. ജാമ്യം നൽകാതെ കാര്യങ്ങൾ ഇത്രയും നീട്ടിക്കൊണ്ടു പോകേണ്ട സാഹചര്യം ഇല്ലായിരുന്നുവെന്നും കന്യാസ്ത്രീമാർ നിരപരാധികളാണ് എന്നുമാണ് CBCI പ്രതികരിച്ചത്. കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ മജിസ്ട്രേറ്റ് കോടതി തള്ളിയതിന് പിന്നാലെയാണ് CBCIയുടെ പ്രതികരണം. അതേസമയം കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ കൊഴുക്കുകയാണ്. കാരണം കോടതിക്ക് പോലും കൃത്യമായിട്ടുള്ള ഒരു നിലപാടെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണോ ഇത് കൊണ്ടെത്തിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. സിസ്റ്റർ പ്രീതിയെ 1-ാം പ്രതിയാക്കിയും വന്ദനയെ 2-ാം പ്രതിയാക്കിയുമായിട്ട് ഇപ്പോൾ സംഭവത്തിൽ ഇതൊരു കേസ് എടുത്തിരിക്കുന്നതെന്നാണ് വിവരം. ശനിയാഴ്ചയാണ് ഛത്തീസ്ഗഡിലെ ദുർഗിൽ വച്ച് മനുഷ്യക്കടത്ത് ആരോപിച്ചുകൊണ്ട് കണ്ണൂർ തലശ്ശേരി ഉദയഗിരി ഇടവകയിൽ നിന്നുള്ള സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്, അങ്കമാലി എളവൂർ ഇടവക സിസ്റ്റർ പ്രീതി മേരി എന്നിവരെ അറസ്റ്റ് ചെയ്യുന്നത്. അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ് സന്യാസിനി സമൂഹത്തിലെ 2 പേരായിരുന്നു ഇവർ. നാരായൺപൂർ ജില്ലയിൽ നിന്നുള്ള 3 പെൺകുട്ടികളോടൊപ്പമായിരുന്നു ഈ കന്യാസ്ത്രീകൾ സഞ്ചരിച്ചിരുന്നത്. 19 മുതൽ 22 വയസ്സുവരെയുള്ള പെൺകുട്ടികളായിരുന്നു ഇവർ. റെയിൽവേ സ്റ്റേഷനിലെത്തിയ ബജ്രംഗ് ദൾ പ്രവർത്തകരാണ് ഇവരെ നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കടത്തും നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു വിവാദത്തിലേക്ക് തള്ളിവിടുന്നത്. ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുകയും തുടർന്ന് കന്യാസ്ത്രീകളെ തടഞ്ഞു വെക്കുകയും ചെയ്യുകയായിരുന്നു ബജ്രംഗ് ദൾ. കന്യാസ്ത്രീകൾ നടത്തുന്ന ആശുപത്രിയിൽ ജോലിക്ക് പോകുകയായിരുന്നു, അതിനാണ് ഈ പെൺകുട്ടികളെ കൊണ്ടുവന്നത് എന്ന് പെൺകുട്ടികൾ തന്നെ അപ്പോൾ തന്നെ വ്യക്തമാക്കിയതാണ്. പക്ഷേ ഇതൊന്നും ബജ്രംഗ് ദൾ കേട്ട ഭാവം നടിച്ചില്ല. മൂവരുടെയും രക്ഷിതാക്കൾ ജോലിക്ക് പോകാൻ നൽകിയ അനുമതി പത്രമടക്കം തിരിച്ചറിയൽ കാർഡുകൾ അടക്കം പെൺകുട്ടികൾ ഹാജരാക്കിയിരുന്നു. തങ്ങൾ നേരത്തെ തന്നെ ക്രൈസ്തവരാണ് എന്നും പെൺകുട്ടികൾ വ്യക്തമാക്കിയതാണ്. എന്നാൽ ഇതൊന്നും അംഗീകരിക്കാൻ ബജ്രംഗ് ദളോ പോലീസോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വിവാദപരമായിട്ടുള്ള ഈ ഒരു വിഷയത്തിലേക്ക് കടക്കാനുള്ള കാരണം. അതേസമയം കന്യാസ്ത്രീകൾക്കെതിരായിട്ടുള്ള ഛത്തീസ്ഗഡിലെ അതിക്രമം സംഘപരിവാറിന്റെ തനി സ്വഭാവത്തിന്റെ പ്രകടനമാണ് എന്നുള്ള രൂക്ഷ വിമർശനവുമായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഒരു വിഷയത്തിൽ രംഗത്തെത്തിയിരിക്കുന്നത്. ബജ്രംഗ് ദൾ പ്രവർത്തകർ നൽകിയ വ്യാജ പരാതിയിലാണ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് എന്ന് സംശയരഹിതമായിട്ട് തന്നെ വ്യക്തമായിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ക്രൈസ്തവ സമൂഹത്തിനെതിരായിട്ടുള്ള സംഘപരിവാർ അതിക്രമങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇത്
ഇത് എന്നാണ് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: കന്യാസ്ത്രീകൾക്കെതിരായിട്ടുള്ള ഛത്തീസ്ഗഡിലെ അതിക്രമം സംഘപരിവാറിന്റെ തനി സ്വഭാവത്തിന്റെ പ്രകടനമാണ്. ബജ്രംഗദൾ പ്രവർത്തകർ നൽകിയ വ്യാജ പരാതിയിലാണ് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് എന്ന് സംശയരഹിതമായി വ്യക്തമായിട്ടുണ്ട്. ക്രൈസ്തവ സമൂഹത്തിനെതിരായ സംഘപരിവാർ അതിക്രമങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കൂടെയാണത്. ക്രൈസ്തവ ഭവനങ്ങളിലും അരമനകളിലും കേക്കും സൗഹാർദ്ദവുമായിട്ട് കയറിയിറങ്ങുന്ന കൂട്ടർ തന്നെയാണ് മതപരിവർത്തനവും മനുഷ്യക്കടത്തും എന്നും ആരോപിച്ച കന്യാസ്ത്രീകളെ പോലും വേട്ടയാടുന്നത്. രാജ്യത്തിന്റെ ബഹുസ്വരതയെയും സഹവർത്തിത്വത്തെയും സംഘപരിവാർ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണം തുടരെ നടക്കുന്നത് എന്ന് മുഖ്യമന്ത്രി കുറിച്ചു. മലയാളികളായ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത വാർത്ത ശ്രദ്ധയിൽപ്പെടുന്നയുടനെ നീതി ലഭ്യമാക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു. എന്നാൽ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഉൾപ്പെടെ അറസ്റ്റിനെ ന്യായീകരിക്കുകയാണ് ഉണ്ടായത്. വിദ്വേഷവും വിഭജന രാഷ്ട്രീയവും പയറ്റി രാജ്യത്തെ മതനിരപേക്ഷതയ്ക്ക് നിരന്തരം പരിക്കേൽപ്പിക്കാനാണ് സംഘപരിവാറിന്റെ ശ്രമം. ന്യൂനപക്ഷാവകാശങ്ങൾ മേലും ഭരണഘടന അനുവദിച്ചു നൽകുന്ന മൗലികാവകാശത്തിന്മേലുമുള്ള കടന്നുകയറ്റങ്ങളെ എതിർത്ത് തോൽപ്പിക്കുക തന്നെ വേണമെന്നും മുഖ്യമന്ത്രി പറയുന്നു. മതപരിവർത്തനം നടത്തിയെന്ന് ആരോപിച്ച് മലയാളി സ്ത്രീകളെ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ രാജ്യവ്യാപക പ്രതിഷേധമാണ് ഇത്തരത്തിൽ പലയിടങ്ങളിൽ നിന്നായിട്ട് ഉയർന്നത്. സ്വാതന്ത്ര്യ ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾക്ക് ജനാധിപത്യ സ്വാതന്ത്ര്യപരമായിട്ടുള്ള നിരവധി നിയമങ്ങളുണ്ട്. അത്തരത്തിലുള്ള നിയമലംഘനങ്ങളാണ് ബജ്രംഗദൾ നേതൃത്വത്തിൽ നടത്തി വരുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് രാജ്യവ്യാപകമായിട്ട് ഇത്തരത്തിലുള്ള പ്രതിഷേധം നൽകുന്നത്. ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പട്ടം ബിഷപ്പ് ഹൌസിൽ കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിൽ അധ്യക്ഷൻ അഭിവന്ദ്യ ബിഷപ്പ് കർദിനാൾ ബസേലിയോസ് ക്ലിംസിനെ സന്ദർശിച്ചിരുന്നു. ബിജെപിയുടെ ഇരട്ടത്താപ്പ്, ജനാധിപത്യ വിരുദ്ധ സമീപനം എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മന്ത്രി മാധ്യമങ്ങളോട് സംസാരിച്ചത്. രാജ്യത്ത് നടത്തുന്ന എല്ലാ മതസൗഹാർദ്ദ പ്രവർത്തനങ്ങളിലും ക്ലിംസ് ഭാവ പങ്കെടുക്കാറുണ്ട് എന്നും കേരളത്തിന്റെ മനസ്സ് ഇപ്പോൾ തിരുമേനിക്ക് ഒപ്പമാണ് എന്നും വി ശിവൻകുട്ടി പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ബിജെപി എല്ലാ അരമനകളിലും കയറി തിരുമേനിമാരെ കണ്ട് വോട്ട് ചോദിച്ചിരുന്നു. ഈ അവസ്ഥയിലും കേന്ദ്ര സഹമന്ത്രിമാർ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഏതെങ്കിലും ക്രിസ്തീയ ദിനങ്ങൾ വന്നു കഴിഞ്ഞാൽ സുരേഷ് ഗോപിയെ പോലുള്ളവർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാൻ വേണ്ടി മാത്രമുള്ള പ്രവർത്തനമാണ് അതെന്ന പരിഹാസമായിരുന്നു വി ശിവൻകുട്ടി ഈ വിഷയത്തിൽ നടത്തിയത്. അതേസമയം ഭാരതത്തിലെ 2 സന്യാസിമാർ സ്വന്തം ദേശത്ത് അപമാനിക്കപ്പെട്ടു എന്നും ഈ വിഷയത്തിൽ ബിജെപി കാണിക്കുന്ന നിലപാടിനനുസരിച്ചായിരിക്കും ഇനി അവരോടുള്ള സഹകരണ സമീപനം എന്നുമാണ് ഈ ഒരു വിഷയത്തിൽ ബിഷപ്പ് ഹൌസിൽ വെച്ച് കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിൽ അധ്യക്ഷനായിട്ടുള്ള അഭിവന്ദ്യ ബിഷപ്പ് കർദിനാൾ ബസേലിയോസ് ക്ലിമിസ് വ്യക്തമാക്കിയത്. എന്തായാലും കൃത്യമായി ഉണ്ടാക്കിയിട്ടുള്ള ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു അപമാനിക്കപ്പെടലെന്ന് അദ്ദേഹം പറയുന്നു. ഏത് മതത്തിലും വിശ്വസിക്കാനും ജീവിക്കാനുള്ള അവകാശം ഭരണഘടന നൽകുന്നത് എന്നിരിക്കെയാണ് ഇത്തരത്തിൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ദേശം ഒന്നായി പ്രവർത്തിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എംപിമാർ കന്യാസ്ത്രീമാരെ നേരിട്ട് പോയി കണ്ടത് ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ് എന്നും കന്യാസ്ത്രീമാരുടെ ജയിൽവാസം മാനദണ്ഡമായിരിക്കും എന്നും ബിജെപിയോടുള്ള ഇനിയുള്ള സമീപനം അതിൽ കൃത്യമായ ചിന്ത വേണം എന്നുള്ളതുമാണ് അദ്ദേഹം ഈ ഒരു അവസരത്തിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. എന്തായാലും ബിജെപിക്ക് കേരളത്തിൽ വോട്ട് ലഭിക്കുന്നതിന്റെ ഏറ്റവും വലിയൊരു പങ്ക് വഹിച്ചിരുന്നത് ക്രിസ്ത്യൻ വോട്ട് തന്നെയാണ്. ആ ഒരു വോട്ടിൽ കൂടെ ഉണ്ടായിരിക്കുന്ന വലിയൊരു പ്രത്യാഘാതമാണ് ഇപ്പോൾ ബിജെപിയുടെ നിലപാടിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളൊരു സൂചന കൂടെയാണ് ഈ ഒരു വിഷയത്തിൽ പല പ്രതികരണത്തിലൂടെയും അക്കമിട്ട് പറയുന്നത്.